ഇമ്രാൻ എടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായ അനുഗ്രഹം നമുക്കിങ്ങനെ അള്ളാഹുവിന്റെ ഇതില് ദിക്റില് ഓർമ്മയില് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകിയത് അൽഹംദുലില്ലാഹ്. നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ സൂറത്തു ആല ഇമ്രാൻ തന്നെ എടുക്കാന്ന് വിചാരിക്കുന്നു ഇൻഷാ അള്ളാഹ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച 130 130 131 132 ആയത്തുകളാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് 133 ആയത്താണ് എടുക്കേണ്ടത്. അതെടുക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയുള്ള ആയത്തുകൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. എന്നിട്ട് നമുക്ക് പുതിയ ആയത്തിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്താണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു റിബ അദ്ആഫ മുദാഅഫ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾ ഇരട്ടി ഇരട്ടിയായി പലിശ തിന്നാതിരിക്കുകയും അള്ളാഹെ സൂക്ഷിക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയികളായേക്കാം. പലിശയുടെ ഗൗരവത്തെയാണ് നമുക്കിവിടെ അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ച് അല്ലാഹു തആല പറയുന്നത് അല്ലെ. പലിശ തിന്നരുത്. അത് എങ്ങനെയുള്ള പലിശ ആണെങ്കിലും, പിന്നെ ന്യായമായ പലിശ ആണെങ്കിലും വട്ടിപ്പലിശ ആണെങ്കിലും പിന്നെ എങ്ങനത്തെ പലിശ ആണെങ്കിലും പലിശ എന്ന് പറയുന്നതെല്ലാം എന്താണ്? ഹറാമാണ്. അത് പാടില്ലാത്തതാണ്, ഒഴിവാക്കേണ്ടതാണ്. അല്ലാഹു തആല അത്തരം ഒരു ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അറിയാത്ത കാലത്ത് അറിവില്ലായ്മ കൊണ്ടും ചില വ്യാമോഹങ്ങൾ കൊണ്ടും ഇത്തരം കാര്യങ്ങൾ പെട്ടുപോയ കുറെ സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവർക്കും അതിൽ നിന്നുള്ള ഒരു മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനിയെങ്കിലും ഓരോരുത്തരും തീരുമാനം എടുക്കുക, ഇനി എന്റെ ജീവിതത്തിൽ ഒരു ഹറാമ് ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യൂല എന്നൊരു തീരുമാനം മനസ്സിലെടുക്കാം. ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഞാൻ 2 ദിവസം മുമ്പ് സ്റ്റാറ്റസ് വെച്ചപ്പോ ഒരു സഹോദരി കരഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പോസ്റ്റ് ഒന്നും വെക്കല്ലേ, പേടിയാന്ന്, കേൾക്കുമ്പോ കാണുമ്പോ ബേജാറാന്ന്, ഇത് നമുക്കുള്ളതാണെന്ന് അറിയാം. പിന്നെ എന്താ പറയാ, അവർക്ക് പറയാൻ വാക്കുകളില്ല. എന്നുവെച്ചാല് അങ്ങനെ ഒരു ഇതിലിങ്ങനെ പെട്ടിട്ട് കുടുങ്ങിക്കിടക്കാണ്, ജീവിതം ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അള്ളാഹു ഒരു മോചനം നൽകി ആ ഒരു ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഒരു ദുആ പഠിച്ചില്ലേ അല്ലെ? എത്ര ഉഹുദ് മലയോളം കടമുണ്ടെങ്കിലും അള്ളാഹിനോട് ദുആ ചെയ്യാൻ ഈ സൂറത്ത് ആല ഇമ്രാന്റെ തന്നെ 26 ആയത്തുകളിൽ ആയത്തുകളെ ഓതി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, സിഫത്തുകൾ നമ്മൾ മുന്നിൽ പറഞ്ഞുകൊണ്ട് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്ന. അപ്പൊ അതുകൊണ്ട് എത്ര ഉണ്ടെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് റഹ്മാനായ റബ്ബിനോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. മറ്റ് സൃഷ്ടികളിലേക്ക് നമ്മൾ ആശ്രയം എന്താ പറയാ, മറ്റ് സൃഷ്ടികളിലേക്ക് നമ്മൾ പോകുന്നതിനേക്കാളും നമ്മൾ റബ്ബിലേക്ക് തന്നെ നമ്മൾ കൂടുതലായിട്ട് തിരിയുക. ഇന്ന് രാവിലെ മാഷാ അല്ലാഹ് ഇൽമി ടു അമലിന്റെ ഒരു റിഫ്ലക്ഷൻ ഓപ്പൺ റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. രാവിലെ 9:30 മുതൽ 11:30 ആയിട്ടും മതിയായിട്ടുണ്ടായിട്ടില്ല പറയുന്ന ആളുകൾക്ക്. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. അതിലൊരു സഹോദരി അവരുടെ കുട്ടീന്റെ കേൾവി, കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു. ഞങ്ങൾക്ക് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യ ഒരു കാര്യം എന്ന് വെച്ചാല് അവര് പൂർണ്ണമായി റബ്ബിൽ തവക്കുൽ ചെയ്ത ആ ഒരു പരമേൽപ്പിക്കൽ, അവരുടെ അള്ളാഹിലുള്ള ആ ഒരു വിശ്വാസം. സുബ്ഹാനല്ലാഹ്, എനിക്ക് അത് കേട്ടപ്പോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിന്റെ ആ ഒരു ചരിത്രമാണ് ഓർമ്മ വന്നത്. അത്
ഇമാം ബുഖാരി റഹ്മഹുല്ല അദ്ദേഹം കുഞ്ഞായിരിക്കുമ്പോൾ കാഴ്ചയില്ലാതെയാണ് അദ്ദേഹം ജനിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ മാതാവ് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടിയത് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അത് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, പടച്ചോനെ എന്തൊരു കുതിരത്താന്നല്ലേ, ആ ഉമ്മാന്റെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന നീ സ്വീകരിച്ചിട്ട് ആ കാഴ്ച തിരിച്ചു നൽകിയില്ലേ. അതേപോലെ നമ്മൾ വിശ്വസിച്ച അള്ളാഹുവിൽ ആ ഉറച്ച ഒരു യഖീൻ അല്ലെ നമുക്കുണ്ടെങ്കിൽ പലതും നമുക്ക് അത് ഈ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അതിനുള്ള ചരിത്ര സംഭവങ്ങളാണ് അതൊക്കെ അല്ലെ. അതുപോലെ ഒരു സംഭവം പോലെ എനിക്ക് തോന്നിപ്പോയി. നമ്മളെ ഗ്രൂപ്പിലെ ഒരു സഹോദരി ഒരു റിഫ്ലക്ഷൻ പറയുമ്പോ സുബ്ഹാനല്ലാഹ്, അവരുടെ ഒരു കുട്ടിയുടെ ചെവിന്റെ കേൾവി ശക്തി എന്താ പറയുക, തീരെ ഇല്ലാത്ത ആ ഒരു ഇത്. എന്നിട്ട് ഡോക്ടർമാരെല്ലാരും വിധി എഴുതി പോലും അതിന് ഒന്നും ചെയ്യാൻ കഴിയൂല, അത് തിരിച്ചു കിട്ടൂല എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു. പക്ഷെ അവർക്ക് എന്തോ അല്ലെ ഒരു വിശ്വാസം, അവർക്ക് ആ ഒരു വിശ്വാസം, ഇതിന്റെ എന്തോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് പോലും അവര് പറഞ്ഞു പോലും പിന്നെ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അതിലൊന്നും പ്രയോജനം ഉണ്ടാവൂല എന്നുള്ള രീതിയിൽ. പക്ഷെ അവര് പറഞ്ഞോലും പഠിച്ചോന് കഴിയാത്തതായിട്ട് എന്താ ഉള്ളത് അല്ലെ. പിന്നെ അതുകൊണ്ട് അവരതുമായിട്ട് മുന്നോട്ട് പോയി. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവരോട് ആ ട്രീറ്റ്മെന്റ് ചെയ്ത ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഏത് ദൈവത്തിനോടാ പ്രാർത്ഥിച്ചത്? അവര് അമുസ്ലിംസ് ആണ്. ഈ ഓപ്പറേഷനും കാര്യങ്ങളിൽ ചെയ്ത ഡോക്ടർമാർ വെച്ചാൽ അവര് വിശ്വാസികളല്ല. അപ്പോ അവര് പിന്നെ അവരോട് ചോദിച്ചു പോലും, അവർക്ക് ആ പൂർണ്ണമായി 100% തിരിച്ചു കിട്ടിയെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഭയങ്കര, ഞാൻ സത്യം പറഞ്ഞാൽ അവരതിങ്ങനെ പറയുമ്പോ ഞാനിങ്ങനെ കേട്ടിട്ട് ആ സമയത്ത് എന്താ പറയാ, അള്ളാന്റെ ആ കുദ്റത്ത് ഇങ്ങനെ ഓർത്തിട്ട് സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ല. അവരുടെ മനസ്സിൽ ആ ഈമാൻ, ആ ദൃഢമായ ഈമാൻ കൊണ്ടല്ലേ അവർക്ക് അങ്ങനെ ആ ഒരു വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായത് കൊണ്ടല്ലേ ആ രീതിയിൽ അവർക്ക് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ആ ഒരു പ്രോസസ്സായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ പറ്റിയത്. സുബ്ഹാനല്ലാഹ്. നമ്മൾക്ക് ഓരോരുത്തർക്കും പാഠമാണ് ഇതെല്ലാം. അവര് അത് മാത്രല്ല, വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റെക്കോർഡിങ് ഉണ്ടാവും, പറ്റെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഞാൻ അത് മാത്രം ജസ്റ്റ് ഇവിടെ പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മളെ മനസ്സിൽ വിശ്വാസം ഉണ്ടാകണം, നമ്മളെ ഈമാൻ ശരിയാകണം, നമ്മളെ കർമ്മങ്ങൾ നന്നാകണം അല്ലെ. അപ്പൊ റബ്ബ് അത് സ്വീകരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചിലപ്പോ നാളെ പരലോകത്ത് വെച്ചായിരിക്കും ചിലപ്പോ നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടുന്നുണ്ടാകാം. അന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും എന്താകാൻ പാടില്ല, നിരാശ നമ്മളെ ബാധിക്കാനേ പാടില്ല. ജസ്റ്റ് സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ശരിക്കും വേറെ തന്നെ ഒരു അനുഭൂതിയായിരുന്നു രാവിലത്തെ ആ ഒരു റിഫ്ലക്ഷൻ, ഓപ്പണിംഗ് റിഫ്ലക്ഷൻ വെച്ചത്. ഭയങ്കര ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളും ടിപ്സുകളും ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ എന്നിട്ട് വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും പിന്നെ അതുപോലെ ഒരു റിഫ്ലക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, ഓവറാക്കണ്ട, ഇൻഷാ അല്ലാഹ് ഇനിയും ഉണ്ടല്ലോ നമുക്ക് അവസരങ്ങൾ. അള്ളാഹു എളുപ്പം നൽകട്ടെ. ആമീൻ. അപ്പൊ ഇവിടെ പറഞ്ഞത് പലിശയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് തിന്നാൻ പാടില്ല. അള്ളാഹിനെ സൂക്ഷിക്കുക, നിങ്ങൾ വിജയികളായേക്കാം. അപ്പൊ തഖ്വ നമ്മൾ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാം. പിന്നെ വത്തഖുന്നാർ അല്ലെ, നരകത്തെ സൂക്ഷിക്കാം. കാരണം അതെന്താണ്, അല്ലത്തി ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, അവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതായ ആ നരകത്തെയും നിങ്ങൾ എന്താക്കണം, സൂക്ഷിക്കണം. പിന്നെ പറഞ്ഞ നമ്മളോടുള്ള നിർദ്ദേശമാണ് വാത്തിഅല്ലാഹു വറസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. അപ്പം പലിശ തിന്നരുത് അല്ലെ, പലിശയുമായി നിങ്ങൾ ബന്ധപ്പെടരുത്, അതിന്റെ യാതൊരു തരത്തിലുള്ള ഇടപാടുകളിലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അത് കൃത്യമായിട്ട് നമ്മളോട് നിർദ്ദേശം തന്ന് വിശ്വാസികളെ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പിന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളോട് പറഞ്ഞ വാക്കുകളാണ് എന്ന് വിചാരിക്കേണ്ട അല്ലെ. ഇത് എന്നത്തേക്കുമുള്ള ആളുകൾക്കുള്ള അള്ളാഹുവിന്റെ ഉപദേശമാണ്, നിർദ്ദേശമാണ്, കൽപ്പനയാണ്. അതനുസരിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അപ്പം അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയാണെങ്കിൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം അല്ലെ. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് എന്ത്, അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂലിനെ അനുസരിക്കുക. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
എന്നിട്ട് അടുത്ത വചനങ്ങൾ സുബ്ഹാനല്ലാഹ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളിൽപ്പെട്ട ഒരായത്താണ് ഇനി ഞാൻ പാരായണം ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഈ ആയത്തുകള്. പണ്ടേ ഇത് പഠിച്ചിന്, അതായത് ഈ സൂറത്തെല്ലാം പഠിക്കുന്നതിന് എത്രയോ മുമ്പ് ഞാൻ പഠിച്ച ആയത്തുകളിൽപ്പെട്ട ആയത്താണ് ഇനി എടുക്കാൻ പോകുന്ന ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നah عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. സ്വർഗാവകാശികളുടെ ഗുണങ്ങളാ പറയുന്നത്. ഈ ആയത്തുകള് എന്റെ വായിലൂടെ തന്നെ നിങ്ങൾ ഒരുപാട് തവണ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഞാൻ പല തവണയായിട്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴായിട്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അത്രയും കാരണം ഇത് നമ്മൾ ഓരോരുത്തരും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ആയത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ എന്താണ്, നിങ്ങൾ ധൃതിപ്പെട്ട് വരിക, ഉത്സാഹം കാണിക്കുക. സുർആ എന്ന് പറഞ്ഞാല് വേഗത്തിൽ പോകാനാ പറഞ്ഞത്. നമ്മൾ സൂറത്തുൽ മുൽക്ക് എടുക്കുന്ന സമയത്ത് പോലും ഈ ആയത്തുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു തആല നമ്മുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹു തആല പറഞ്ഞത് എന്താ അറിയോ? ഫംശൂ ഫീ മനാകിബിഹ, അല്ലെ, ഭൂമിന്റെ ഉപരിതലത്തിലൂടെ നീ നടന്നു കൊള്ളുക എന്നാണ്. ഒരു മിനിറ്റ്. പിന്നെ അവിടെ നമ്മള് റിസ്ക് അന്വേഷിച്ച് അള്ളാഹു തആല പറഞ്ഞത് നടക്കാനാ പറഞ്ഞ. മെല്ലെ നടന്നു പോയാൽ മതി. പക്ഷെ ഈ ഓടിപ്പോകാൻ പറഞ്ഞ ഒരു കാര്യമാണ് എന്ത്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും. ഇപ്പൊ സ്വർഗം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എന്താക്കണം? ഓടണം, അല്ലെ? ധൃതിപ്പെട്ട് മുന്നേറണം. സുർആ. മക്കയില് മദീനയിലൊക്കെ പോയ ആളുകൾക്ക് ഈ വാക്ക് കേൾക്കാൻ സാധിക്കും. സുറ അല്ലെ? വേഗം 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 പോവാൻ പറയും, അല്ലെ? തൊരി. അതിൽപ്പെട്ട ഒരു വാക്കാണ് സുറ. വേഗം പോകാൻ, വേഗം സ്പീഡിൽ പോകാന്. സുറ. അപ്പൊ സാരിഉ, അല്ലാഹു തആല പറയും സാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറ്, അല്ലെ? സാബിഖൂ ഇതേപോലെ തന്നെ വേറസിൽ പറഞ്ഞില്ലേ? സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നഹ്, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മുടെ അടുത്ത് തെറ്റുകൾ, അല്ലെ, വന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾ എന്താക്കാൻ പാടില്ല? ആ തെറ്റിൽ തന്നെ അങ്ങനെ നിന്ന് അതിൽ തന്നെ ഉറച്ചു പോകാൻ പാടില്ല. പെട്ടെന്ന് അള്ളാഹിന്റെ അടുത്തേക്ക് എന്താകാ? പാപമോചനത്തിലേക്ക് മടങ്ങാം, മഗ്ഫിറത്തിലേക്ക്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നമ്മൾ തിരിയാം. പിന്നെ സ്വർഗത്തിലേക്കും. ആ സ്വർഗത്തിന്റെ വിശാലതയാ പറയുന്നത്. അതിന്റെ വിസ്താരം, അതിന്റെ വിശാലത. അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായതാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മള് ഒരു പാട്ട് പാടലില്ലേ? ആകാശം പോലെ വിശാലം സ്വർഗം അരുവികളൊഴുകുന്ന ലോകം കാണാനെന്തുണ്ട് മാർഗം കാട്ടിത്തരൂ തമ്പുരാനേ. സ്വർഗത്തെ കുറിച്ചുള്ള ഇങ്ങനത്തെ കുറെ വരികളുണ്ട്, അല്ലെ? ഭയങ്കര ഇഷ്ടം. വെറുതെ പാട്ടായിട്ട് ദുആയിട്ടൊക്കെ നമുക്കത് എന്താക്കാം? പാടാം, അല്ലെ? ആകാശം പോലെ വിശാലമായ ആ സ്വർഗം, അരുവികൾ ഒഴുകുന്ന ലോകം. സുബ്ഹാനല്ലാഹ്. അപ്പം ആകാശഭൂമിയോളം വിശാലമായ അതിന്റെ വിസ്തൃതിയാ പറയുന്നത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അത് എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയൂല. അതാണ് ആകാശഭൂമിയോളം എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഏകദേശം ഒരു ധാരണ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു തആല പറഞ്ഞു തരുന്നത്, അല്ലെ? അതിന്റെ വിശാലത. അത് ആർക്കാ അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്.
അപ്പൊ നമ്മൾ എന്താകണം? മുത്തഖീങ്ങളാകണം അല്ലെ? മുത്തഖീങ്ങളാകണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമുക്ക് ആ മുത്തഖീങ്ങൾക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് ഉണ്ടാകണം. എന്തൊക്കെയാ മുത്തഖീങ്ങൾക്കുള്ള ക്വാളിറ്റീസ്? അത് നമുക്ക് ഫസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ തുടക്കത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു. അത് സൂറത്തുൽ ബഖറയിലല്ല, സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പറയുമ്പോ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലെ? അള്ളാഹു അനുഗ്രഹിച്ചവരുടെ ആ പാത, അതല്ലേ മുത്തഖീങ്ങൾ അല്ലെ? അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അല്ലെ? സുബ്ഹാനല്ലാഹ്. ആ മുത്തഖീങ്ങൾ, അദൃശ്യമായി അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവർ, അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവർ, നമസ്കാരം കൃത്യതയോടെ നിർവഹിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞ അല്ലെ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ അള്ളാഹു തആല മുത്തഖീങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കാം അല്ലെ? കാരണം അള്ളാഹു തആല ആ ആകാശ ഭൂമിയോളം വിശാലമായ, അതിവിശാലമായ ആ സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് മുത്തഖീങ്ങൾക്കാണ്. ഇന്നലിൽ മുത്തഖീന മഫാസ, അല്ലെ? മുത്തഖീങ്ങൾക്കാണ് മഫാസ്, വിജയം. സുബ്ഹാനല്ലാഹ്. അപ്പോ ആ ഒരു ദറജ അല്ലെ, എന്താണ് അള്ളാഹു തആല പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായും ജീവിതത്തിൽ കൊണ്ടുവരിക, അള്ളാഹുവിന്റെ വിരോധങ്ങളെ പൂർണ്ണമായും വെടിയ. അള്ളാഹു കുറെ വിലക്കുകൾ ഉണ്ട് അല്ലെ? അങ്ങോട്ട് നോക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല, പോകാൻ പാടില്ല. പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അത് ഒരു ഇൽമിറ്റു അമൽ ഇന്ന് രാവിലെ പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ട് അല്ലെ? അതായത് നമ്മൾ മിക്ക സ്ത്രീകൾക്കും സംഭവിക്കുന്ന ഗുരുതരമായ ഒരു തിന്മയാണെന്ത്? പരദൂഷണം. ഈ പറയുന്ന ആൾക്കും വിചാരിക്കുന്നുണ്ടാവില്ല ഇതൊരു പരദൂഷണാണെന്ന്, കേൾക്കുന്ന ആളും വിചാരിക്കുന്നുണ്ടാവില്ല ഇതൊരു പരദൂഷണാണെന്ന്. പക്ഷെ അതൊരു പരദൂഷണമാണ്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ അല്ലെ? നമ്മൾ എന്തെങ്കിലും പറയുമ്പോ, ആരെക്കുറിച്ചെങ്കിലും പറയുമ്പോ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇത് അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണോ? ഇല്ലെ? അവരിലുള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ, അവരിപ്പോ ഇവിടെ പ്രസന്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് പറയോ പറയൂലേ? ഇത് മാത്രം ചിന്തിച്ചാൽ മതി. അവരിപ്പോ ഇല്ലെ, നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോ ആ പ്രസന്റിൽ അവരിപ്പോ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് പറയോ പറയൂലേ? ഇങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. അങ്ങനെ പറയൂല എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ അവരില്ലാത്തപ്പോഴും പറയാനേ പാടില്ല. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ കുറേ പാപങ്ങൾ നമുക്ക് പരിശുദ്ധരാകാൻ കഴിയും. കാരണം നമ്മൾ വേറെ ഹറാം എന്ന് പറയാന് പൊതുവെ ഈ ഖുറാൻ പഠിക്കുന്ന ദീനപരമായി അറിയുന്ന ആളുകള് ഒരു കളവ് പറയാൻ വേണ്ടി മെനക്കെടൂല, കക്കാൻ പോകൂല അല്ലെ? അന്യന്റെ മുതൽ അപഹരിക്കൂല, വെറുതെ ആൾക്കാരെ ഉപദ്രവിക്കൂല, പിന്നെ ദ്രോഹിക്കൂല, വാക്കുകൾ കൊണ്ട് ചിലപ്പോ ഉപദ്രവിക്കുന്നുണ്ടാവൂല, അങ്ങനെ എന്താ പറയാ, വിചരിക്കൂല, കള്ളു കുടിക്കൂല, അങ്ങനെ കുറെ ഹറാമുകൾ ഉണ്ട് ഇല്ലേ? പലിശ ഉണ്ടാകൂല, സിഹർ ചെയ്യൂല, ഇതൊന്നും ചെയ്യൂല. പക്ഷെ അധിക ആളുകൾക്കും വരുന്ന ഒരു പാപം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കാര്യം. അപ്പൊ ഇതിൽ നമ്മൾ എന്താക്കണം? വളരെയധികം കെയർ ചെയ്യണം, വളരെയധികം നമ്മൾ സൂക്ഷിക്കണം. കാരണം തഖ്വ എന്ന് പറയുന്ന അതിന്റെ ഭാഗമാണിത്. ആ തഖ്വ അത് നമ്മളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, നമ്മൾ മുത്തഖീങ്ങളാണെങ്കിൽ, നമ്മളുടെ നാവ് അല്ലെ, നമ്മളുടെ കൈകാലുകൾ, നമ്മളുടെ കണ്ണ്, നമ്മളുടെ കാത് എല്ലാം അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ തന്നെ ആയിരിക്കും. പടച്ചോന് നിരക്കാത്തതൊന്നും നമ്മൾ പറയൂല, കാണൂല, ചെയ്യൂല. ആ രീതിയിലേക്ക് നമ്മളെ ഉയരണം അല്ലെ? നമ്മളെ ഈമാൻ അല്ലാഹു തആല അത്തരത്തിലേക്ക് അല്ലാഹു തആല നമുക്ക് ഉയർത്തി തരട്ടെ. ആമീൻ. മനുഷ്യനാണ്, ദുർബലനാണ്, സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് പ്രതികൂലമാണ്. അപ്പൊ നമ്മൾ എന്താക്കണം? റബ്ബിനോട് നല്ലപോലെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ? ഇപ്പം വീട്ടിലുള്ള മക്കളെയും, ഒരു സഹോദരി പറഞ്ഞാൽ അവര് ഫ്രിഡ്ജിന്റെ അവിടെ എഴുതി ഒട്ടിച്ചെന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ്, നല്ലൊരു കാര്യം തന്നെയാണ് ശരിക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാകൂ. കുട്ടികളെ ഒന്നും ഉണർത്തണല്ലേ? നമ്മളിങ്ങനെ ആരെങ്കിലും വീട്ടിലെല്ലാം വന്നിട്ട് നമ്മൾ ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും പറയുമ്പോ നമ്മൾ ഒരുപക്ഷെ ചിലപ്പോ കേൾക്കുന്നേ ഉണ്ടാവൂ, പക്ഷെ നമ്മൾ കേൾക്കാനും പോലും പാടില്ലാത്ത കാര്യമാണല്ലേ? അപ്പൊ അതുകൊണ്ട് നാവിനെ നമ്മൾ സൂക്ഷിക്കുക, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ ധൃതിപ്പെട്ട് മുന്നേറുക അല്ലെ?
വേഗം പോകണം അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും. ആകാശഭൂമിയോളം വിശാലമായ ആ സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു എത്തിക്കട്ടെ, ആമീൻ. എന്നിട്ട് പിന്നെ ആ സ്വർഗാവകാശികളുടെ ഗുണങ്ങൾ അള്ളാഹു തആല പറയുന്നത്. നമ്മളെ നേരത്തെ സൂറത്തുൽ ബഖറയില് മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? സുബ്ഹാനല്ലാഹ്. അവിടെ മുത്തഖീങ്ങളുടെയും കാഫിരീങ്ങളുടെയും മുനാഫിഖീങ്ങളുടെയും ഒക്കെ നമുക്ക് അള്ളാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഏതിലാണ് നമ്മൾ പെടുന്നത് എന്ന് മാത്രം നമുക്ക് അറിയാത്തുള്ളൂ അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മൾ സ്വയം വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മളെ കർമ്മങ്ങളെ, അല്ലെ? നമ്മളിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം, മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് എന്താക്കണം, നമ്മളെ ഒന്ന് ക്ലീൻ ചെയ്യണം, പൊടി തട്ടി വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അടുത്ത ഗുണങ്ങൾ പറയുന്ന അല്ലാഹു വിശ്വാസികളായ സ്വർഗാവകാശികളുടെ ക്വാളിറ്റീസാ പറയുന്നത്. الذين ينفقون في السراء والضراء. അവരെങ്ങനെയുള്ളവരാണ്? അല്ലദീന, ഈ ശരിക്കും എവിടെ ഒരു മുത്തഖീങ്ങളുടെ അല്ലെ ഒരു മുഅ്മിനിന്റെ വിജയിന്റെ സ്വർഗാവകാശിന്റെ ഗുണങ്ങൾ എവിടെ പറയുമ്പോ ഈ ചെലവഴിക്കൽ എന്ന് പറയുന്നത് വിടുന്നേയില്ല. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്നത് ചെലവാക്കാന്നുള്ളത്. സൂറത്തു സജദയില് നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലെ? തതജാഫ ജുനൂബുഹും പറയുന്ന ആ ആ ആയത്തിൽ പോലും, അതായത് അവിടെയും അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റീസാ പറയുന്നത്. സോറി സോറി അത് ഞാൻ ഒരു മിനിറ്റ് പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ പിന്നെ എന്താ പറഞ്ഞത്? അല്ലദീന അല്ലെ, അതായത് എല്ലാ നല്ല കാര്യങ്ങൾ അധികം പറയുന്നിടത്തൊക്കെ വന്ന ഒരു വിഷയം എന്ത്? ചെലവഴിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നെ പറയുന്നത് അതാണ് അല്ലെ? അല്ലദീന യുൻഫിഖൂന, അവർ ചെലവഴിക്കുന്നവരാണ്. എങ്ങനെ? ഫിസ്സറാ, സന്തോഷത്തില്, വദ്ദറാ, കഷ്ടത്തില്, പ്രയാസത്തില്, ബുദ്ധിമുട്ടില്, ദുഃഖങ്ങളിൽ, സന്താപങ്ങളിൽ. സുബ്ഹാനല്ലാഹ്, അല്ലെ? നല്ലതായ അവസ്ഥയിലും പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിലും ചെലവഴിക്കുന്നവരാണ് ആര്? മുത്തഖീങ്ങൾ, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ, അല്ലെങ്കിൽ സ്വർഗാവകാശികൾ. സ്വർഗാവകാശികളുടെ ഒന്നാമത്തെ ഗുണം പറഞ്ഞത് എന്താണ്? അവർക്ക് സന്തോഷം ഉണ്ടായാൽ, അതായത് നല്ലോണം ഉള്ളപ്പോഴും കൊടുക്കും, ഇല്ലാത്തപ്പോഴും കൊടുക്കും. ഇല്ലാത്തപ്പോ എങ്ങനെ കൊടുക്കാല്ലേ? സുബ്ഹാനല്ലാഹ്. സങ്കടാവസ്ഥയില്, പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയില്, ബുദ്ധിമുട്ടിന്റെ അവസരത്തില് എല്ലാം കൊടുക്കും. അങ്ങനെ ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടാകണം. നമ്മളൊന്നും കൊടുക്കേണ്ട ആളല്ല, നമ്മളത് വാങ്ങേണ്ട ആളാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ആരും. എന്തും കൊടുക്കാം അല്ലെ? പൈസ തന്നെ കൊടുക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ അല്ലെ? എന്ത് കൊടുക്കാം, നമുക്ക് എന്താണോ അല്ലെ? ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ നമുക്കൊരു ഇത്തിരി സന്തോഷം കൊടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് അള്ളാഹുവിന് അവന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാന്ന് പറയുന്നത്, ഏറ്റവും പ്രിയപ്പെട്ടതാന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ സമയം, അത് അള്ളാഹു തന്ന ഒരു റിസ്കല്ലേ അല്ലെ? നമുക്ക് നൽകിയ ഒരു റിസ്കല്ലേ അള്ളാഹു തആല. അതിൽ നിന്നൊരു ഇത്തിരി നമ്മൾ അവർക്ക് വേണ്ടി മാറ്റിവെക്ക അല്ലെ? അവരുടെ വിശേഷങ്ങൾ അറിയാൻ, കുശലാന്വേഷണങ്ങൾ ചോദിക്കാൻ. നമ്മളൊന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഒരു മെസ്സേജ് മതി അല്ലെ? എന്താ അസ്സലാമു അലൈക്കും, എന്തെല്ലാം സുഖം തന്നെ, എത്രയേ വേണ്ടു. അത് കേൾക്കുമ്പോ തന്നെ ഭയങ്കര സന്തോഷിക്കും. സുബ്ഹാനല്ലാഹ്. എല്ലാരെയും പരിഗണിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെ സമയങ്ങളിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ശരിക്കും കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഭയങ്കര ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്. കുറെ ആളുകൾ ഇങ്ങനെ നമ്മളെ കോണ്ടാക്ട് ചെയ്യല്ലോ. അപ്പൊ ഓരോരുത്തരിങ്ങനെ ഒന്നും വേണ്ട, നമ്മള് വെറുതെ ഒരു രാവിലെ തന്നെ ഒരു സലാം പറഞ്ഞാല് എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയോ? ആരും ഇല്ലാത്ത ചില ആളുകൾ, ആരോരും ഇല്ലാത്ത, ഒറ്റപ്പെട്ടു നിൽക്കുന്ന പലർക്കും
എന്താണ് ഒരു സലാം, ഒരു ഭയങ്കര ആശ്വാസമാകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ, നമുക്ക് എല്ലാവർക്കും നമ്മളെ മുമ്പില് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ നമുക്കൊരു വാക്ക് കൊണ്ടെങ്കിലും സന്തോഷിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ ചെലവഴിക്കാന്ന് പറയുമ്പോ കുറെ പൈസ തന്നെ കൊടുക്കണമെന്നൊന്നും ഇല്ല. ചിലർക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാകും. പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ എന്തില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഉം ഇപ്പൊ പിന്നെ പണ്ട് പണ്ടത്തെ ഇപ്പോഴത്തെ അവസ്ഥ പറയുമ്പോ ഇങ്ങനെ പറയാറുണ്ട് അല്ലെ, പണ്ട് ചെറിയ വീടുകളും കുറെ ആൾക്കാർ, ഒരു റൂമിൽ തന്നെ ഒരു ഫാമിലി എന്ന് പറയുമ്പോ ഉപ്പയും ഉമ്മയും മക്കളും, ചിലപ്പോ കുറെ മക്കളുണ്ടെങ്കിൽ എല്ലാരും കൂടി ഒരു റൂമായിരിക്കും അവർക്ക് ഉണ്ടാകുക. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു റൂമുകളായിരിക്കും. പിന്നെ കട്ടിലിലും നിലത്തും ഒക്കെ ഇങ്ങനെ കിടന്ന് അങ്ങനെ കഴിച്ചു കൂട്ടിയ ഒരു കാലഘട്ടം. പക്ഷെ ഇന്ന് വലിയ വലിയ വീടുകൾ, പക്ഷെ ആളില്ല താമസിക്കാന്. മക്കളെല്ലാം വിദേശത്ത് അല്ലെ, ഒരു ഉപ്പയും ഉമ്മയും ഉണ്ടാവും, ചിലപ്പോ ഉപ്പയും ഉണ്ടാവില്ല, ഉമ്മ ഒറ്റൊക്കെ ആയിരിക്കും. ഇങ്ങനല്ലേ പലരും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്. അപ്പം പറഞ്ഞു വന്നത്, പ്രയാസത്തിലും പിന്നെ സന്തോഷത്തിലും ചെലവഴിക്കുന്നവരാണ്. അപ്പൊ നമ്മളടുത്തുനിന്ന് നമുക്ക് എന്താ ചെലവഴിക്കാൻ കഴിയുക അത് നമ്മൾ ചെലവഴിക്കാം. ഉം നല്ലൊരു ആശ്വാസത്തിന്റെ ഒരു വാക്കാണെങ്കിൽ അത് നമ്മൾ കൊടുക്കാം. ഒന്നിനും നമ്മൾ എന്താ കാണിക്കണ്ട, പിശുക്ക് കാണിക്കണ്ട അല്ലെ. കാരണം ഇത് നമുക്ക് അള്ളാഹ് തന്നതല്ലേ അല്ലെ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആ അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കാം. പിന്നെ സന്തോഷാവസരത്തിലും പ്രയാസത്തിലും എല്ലാം എന്താക്കുക, ചെലവഴിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കാം. ഈ ആയത്തിലെ പിന്നെ നമ്മളെ മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ഒരു വിഭാഗം ആളുകൾ വേറൊരു രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്തെന്നറിയോ? പിന്നെ ഇങ്ങനെ ചെലവഴിക്കുന്ന വിഷയം പറയുമ്പോ സന്തോഷത്തിലും പ്രയാസത്തിലും ചെലവഴിക്കുന്ന പറയുന്നതിന് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവായിട്ട് പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് മനസ്സിലാക്കാൻ അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. അവിടെ അതൊന്നും അല്ല, ഈ ആയത്തിൽ അതൊന്നും അല്ല വിഷയം വരുന്നത് അല്ലെ. പിന്നെ അടുത്ത പറയുന്ന വലിയൊരു ക്വാളിറ്റിയാണ്, എന്താന്നറിയോ? വൽ കാളിമീനൽ ഗൈൽ. കാളിമീനൽ ഗൈൽ. കാളിമീൻ എന്ന് പറഞ്ഞാല് ഒതുക്കി വെക്കുന്നവർ, മൂടി വെക്കുന്നവർ. അൽ ഗൈൽ, കോപത്തെ. കഠിനമായ കോപത്തിനാണ് ഗൈൽ എന്ന് പറയാ. ഈ വാക്ക് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചിട്ടില്ലേ? എവിടെയാ പഠിച്ച ഓർക്കുന്നുണ്ടാ? എല്ലാരും മ്യൂട്ടല്ലേ അല്ലെ. സൂറത്തുൽ മുൽക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നരകത്തിന്റെ ആ കഠിന കോപം നിമിത്തം അതിങ്ങനെ തിളച്ചു മറിയുന്ന ആ ഒരു അവസ്ഥ നമ്മള് സൂറത്തുൽ മുൽക്കിൽ എപ്പോഴും പാരായണം ചെയ്യില്ലേ. ആ ഗൈൽ എന്ന് വെച്ചാൽ ഭയങ്കര ഉഗ്ര കോപം എന്ന് പറയാ. അങ്ങേയറ്റത്തെ കോപം, അതിനെ ഒതുക്കി വെക്ക. അതെങ്ങനെയാന്നല്ലേ, ദേഷ്യം പിടിച്ചാൽ എങ്ങനെയാ നമ്മൾ ഈ ദേഷ്യം ഒതുക്കി വെക്ക? ഓരോരുത്തരും ഇത് ഇൽമി ടു അമലിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വലിയൊരു വിഷയമാണ്. അതായത് പിന്നെ ഈ കാലിമീനൽ ഗൈലിന്റെ വിശദീകരണം പറയുന്നത് എന്താണെന്നറിയോ? ചില ആളുകളുണ്ട്, എന്തില്ലേ, കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല എന്ന് പറഞ്ഞ പോലെ, പിന്നെ എന്തു വന്നാലും ഒന്നും ദേഷ്യം പിടിക്കാത്ത ഒരു വല്ലാത്തൊരു മനസ്സിന്റെ ഉടമകളുണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനൊക്കെ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു അല്ലേ. സുബ്ഹാനല്ലാഹ്. അതായത് തീരെ ദേഷ്യം പിടിക്കാത്ത ചില ആളുകളുണ്ട്. എന്നാ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പം ദേഷ്യം പിടിക്കാൻ നമ്മളെ ഭാഗത്ത് ന്യായമുണ്ട്, നമ്മളടുത്ത് കാരണമുണ്ട്, മതിയായ കാരണങ്ങളുണ്ട്. നമുക്ക് പ്രതികരിക്കാൻ മതിയായ കാരണങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ എന്താക്കുന്നത്, അവിടെ അടക്കി പിടിക്കുന്നു. അങ്ങനെ അല്ലെ. നമ്മളെങ്ങനെ എന്താ പറയാ, ശരിക്കും അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുന്ന എന്നെല്ലാം പറഞ്ഞാല് ചുണ്ടും പല്ലും എല്ലാം കൂട്ടിപ്പിടിച്ച് അടക്കി നിർത്താം അല്ലെ. അസ്വബറു ഇൻദ സ്വദമത്തിൽ ഊല എന്ന് പറഞ്ഞല്ലേ. ക്ഷമ എന്ന് പറയുന്നത് അത് ആദ്യഘട്ടത്തിലാണ് വേണ്ടത്. അപ്പം ദേഷ്യം പിടിക്കാനുള്ള എല്ലാ യോഗ്യതയും നമുക്കുണ്ട്, പിന്നെ ന്യായവും ഉണ്ട്. നമ്മളെ ഭാഗത്താണ് ഫുള്ളും ന്യായം, നമ്മളെ ഭാഗത്താണ്. എന്നിട്ടും നമ്മൾ അതിനെ അടക്കി വെക്കുമ്പോൾ അവർ എവിടെയാണ്? സ്വർഗത്തിലാണ് അല്ലെ. സ്വർഗത്തിനൊരു കവാടം തന്നെ പറയുന്നുണ്ട്. കാമീനൽ ഗൈൽ, കോപം നിയന്ത്രിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ട് സ്വർഗീയ കവാടം. സുബ്ഹാനല്ലാഹ് അല്ലെ. അതിലൂടെയൊക്കെ നമുക്ക് പോകാൻ കഴിയോ? നമ്മൾ കുഞ്ഞു കുഞ്ഞു നിസ്സാര കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും. ഒന്ന് ചിന്തിച്ചു നോക്കേ. നമ്മള് വിചാരിക്കും നമ്മള് ഭയങ്കര ക്ഷമന്റെ അങ്ങേയറ്റാന്ന്, അങ്ങനെയാണ് ഇങ്ങനെയാന്നെല്ലാം നമ്മൾ വെറുതെ നമ്മളെ കുറിച്ച് വിചാരിക്കുന്നുണ്ടാവും. ഒരിക്കലും നമ്മൾ ദേഷ്യം പിടിക്കേണ്ട കാര്യം വന്നാല് ദേഷ്യം പിടിക്കാണ്ട്, നമ്മൾ ഒച്ച ഉണ്ടാക്കാണ്ട് അല്ലെ, പിന്നെ അടക്കി പിടിച്ചു നിർത്തുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് വിചാരണ ചെയ്തോക്ക്.
ഈ ഗുണം, ഈ സ്വർഗാവകാശികളുടെ ഈ ഒരു ഗുണം നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കും. വൽ കാളിമീനൽ ഗൈൽ വൽ ആഫീന അനിന്നാസ്. അഫൂലെ, ആഫീൻ മാപ്പ് നൽകുന്ന ജനങ്ങൾക്ക്, അനിന്നാസ് മനുഷ്യരെ പറ്റി, മനുഷ്യർക്ക് മാപ്പ് നൽകുന്ന. സുബ്ഹാനല്ലാഹ്, വിട്ടുവീഴ്ച മനോഭാവം അല്ലെ. നമ്മളിപ്പോ സൂറത്തുൽ ബഖറയില് കുതിബ അലൈക്കുമുൽ ഖിസാസ് അല്ലെ, അതാ നമ്മൾ പഠിക്കുന്നത് അല്ലെ. എന്താണ്, പ്രതിക്രിയ ചെയ്യാന് ഇസ്ലാമില് നമുക്ക് നിയമമാക്കിയിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട് അല്ലെ. കണ്ണിന് കണ്ണ്, കാലിന് കാല്, കാതിന് കാത്, അങ്ങനൊക്കെ നമുക്ക് ഉണ്ട്. പക്ഷെ ഫമൻ ഉഫിയ അല്ലെ, സുബ്ഹാനല്ലാഹ്, പുറത്തു കൊടുക്കാൻ, മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലെ. സുബ്ഹാനല്ലാഹ്, ശരിക്കും വിട്ടുവീഴ്ച മനോഭാവം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഹൃദയങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. കാരണം അല്ലെ, നമുക്കത് പോട്ടെ, സാരമില്ല എന്ന് മനസ്സ് തട്ടിയിട്ട്, മനസ്സറിഞ്ഞിട്ട് സാരമില്ല, അല്ലാണ്ട് ഇപ്പൊ ഇതിപ്പോ എന്റെ വിധിയല്ല, എന്താക്ക പോട്ട്, സാരില്ല, അങ്ങനെ വിചാരിക്കാനല്ല അല്ലെ. അങ്ങനെയല്ല, അതല്ല ശരിക്കും സബറും അഫുവും പറയുമ്പോ. ശരിക്കുള്ള സബർ എന്ന് പറയുമ്പോ എന്താണ്, ആ തൃപ്തിപ്പെട്ടിട്ടല്ല, അള്ളാഹു താലന്റെ ആ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അൽഹംദുലില്ലാ എന്നുള്ള ഒരു സ്തുതിയോടെ സമാധാനത്തോടെ പോട്ടെ, സാരമില്ല അല്ലെ എന്ന് വിചാരിക്കുന്ന ആ ഒരു കൂളായിട്ടുള്ള ഒരു മൈൻഡ്. സുബ്ഹാനല്ലാഹ്, അല്ലെ, എന്തൊരു രസമായിരിക്കും അത്. നല്ല ജീവിതം വളരെ സുന്ദരമാക്കാൻ കഴിയും ശരിക്കും. അള്ളാഹു ഇത്തരത്തിലുള്ള ആ ഗുണങ്ങൾ അള്ളാഹു നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമ്മളിങ്ങനെ ഓരോന്നും കേൾക്കുമ്പോലെ ശരിക്കും അബൂബക്കർ റളിയല്ലാഹുവിന്റെ സ്വഭാവം പറയുമ്പോ, അബൂബക്കർ റളിയല്ലാഹുവിനല്ല, നമ്മളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ സ്വഭാവം നമ്മൾ എടുത്താൽ മതി ആദ്യം അല്ലെ. പിന്നെ അല്ലേ നമുക്ക് അബൂബക്കർ റളിയല്ലാഹു പറയണ്ടു. എന്നാലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നബിയല്ലേ അല്ലെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താ അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം ഉണ്ടാവല്ലോ, അങ്ങനെ പറയും. അപ്പൊ റസൂലിന്റെ ഉറ്റ ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സ്വഭാവം പറയുമ്പോ ഭയങ്കര വിട്ടുവീഴ്ച മനോഭാവമാണ്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര സൗമ്യമായ ആ ഒരു പെരുമാറ്റം, ഭയങ്കര എളിമ, അതൊക്കെ ആർക്കുള്ളതാണ്? സ്വർഗാവകാശികൾക്കുള്ള ഗുണങ്ങളാണ്. അതാ നമ്മൾ പറയുന്നത് അല്ലെ. വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹു മുഹ്സിനീങ്ങളെ, പുണ്യം പ്രവർത്തിക്കുന്ന ആളുകളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. അപ്പം സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കോപം ഒതുക്കി വെക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്ക് വേണ്ടി അല്ലെ, അങ്ങനെയുള്ള സൽക്കർമ്മകാരികൾക്ക് വേണ്ടിയാണ് അള്ളാഹു തആല എന്തൊരുക്കി വെച്ചിട്ടുള്ളത്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ അല്ലെ. ആകാശ ഭൂമിയോളം വിശാലമായ ആ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് മുത്തഖീങ്ങൾക്കാണ്. അതെങ്ങനെയുള്ള മുത്തഖീങ്ങളാണ്? അവർ പ്രയാസത്തിലും സന്തോഷാവസ്ഥയിലും ചെലവഴിക്കുന്നവരാണ്, കോപം ഒതുക്കി വെക്കുന്നവരാണ് അല്ലെ. ദേഷ്യം പിടിക്കൂല, മനുഷ്യന്മാർക്ക് ദേഷ്യം പിടിക്കൂല എന്നൊന്നും പറയുന്നില്ല. ദേഷ്യം പിടിക്കേണ്ടടുത്ത് ചില സ്ഥലത്ത് നമ്മൾ ദേഷ്യം പിടിക്കണം അല്ലെ. പിന്നെ എന്ത് കണ്ടാലും മിണ്ടാതെ പ്രതികരിക്കാതെ മാറി നിൽക്കാന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല കേട്ടോ. ഈ ദേഷ്യം ഒതുക്കലും കോപം ഇതാക്കലും എന്നെല്ലാം പറഞ്ഞാല് അതെല്ലാം അങ്ങനെയുള്ള വിഷയങ്ങളിലാണ്. നേരെ മറിച്ച് ഇപ്പം പൊതുവായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരുമ്പോ നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, ഒന്നും പറയാതെ മിണ്ടാതെ മാറി നിൽക്കാൻ പാടില്ല. ജനങ്ങൾക്ക്, മനുഷ്യർക്ക് വിട്ടുവീഴ്ച അല്ലെ, മാപ്പ് നൽകുന്നവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറയുമ്പോൾ ഈ ആയത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പരിചാരിക, അതായത് ഖാദിമ, വീട്ടു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരി. അവര് പിന്നെ അവര് വീട്ടില് ഗസ്റ്റ് വരുന്നേറ്റ് ഭക്ഷണം എല്ലാം തയ്യാറാക്കി
പിന്നെ അതിഥികൾ വന്ന് വിളമ്പാൻ നേരത്ത് അവരെ കയ്യിൽ നിന്ന് അത് വീണ് പാത്രം പൊട്ടി ഭക്ഷണമെല്ലാം ആകെ ഇതായി. ആ സമയത്ത് പിന്നെ ഹുസൈൻ റളിയല്ലാഹുവിന് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ അവർക്ക് നേരെ ഇങ്ങനെ സ്വാഭാവികമാണല്ലോ അല്ലെ, ആർക്കായാലും ദേഷ്യം പിടിക്കുമല്ലോ അല്ലെ. ഇങ്ങനെ മുഖമെല്ലാം ചുവന്ന് പിന്നെ ഇങ്ങനെ എന്തോ പറയാൻ ഒരുങ്ങുന്ന സമയത്ത് അവര് ഈ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്തെന്നാ പറയുന്നത്. വൽകാളിമീനൽ ഗൈദ് വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അപ്പോ അള്ളാഹു സുബ്ഹാന അവര് പിന്നെ തിരിച്ചൊന്നും പ്രതികരിക്കാതെ ആ കോപത്തെ അടക്കി നിർത്തി പോട്ടെ സാരില്ല എന്നുള്ള രീതിയിൽ വിട്ടുവീഴ്ച കൊടുത്തപ്പോ അള്ളാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ പറയുന്നുണ്ട്. അള്ളാഹു മുഹ്സിനീങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നു അല്ലെ. സുഹൃതം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന നല്ല ആളുകളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. ആ ഒരു ഗണത്തിലേക്ക് നമുക്ക് ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ അടുത്ത പറയുന്നത് എന്താ? والذين إذا فعلوا فاحشة أو ظلموا أنفسهم والذين إذا فعلوا فاحشة أو ظلموا أنفسهم എന്തെങ്കിലും അവര് എന്തെങ്കിലും വല്ലദീന ഇദാ ഫഅലു അവർ ചെയ്താൽ ഫാഹിഷതൻ വല്ല നീചകൃത്യവും എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി അവർ ചെയ്തു പോയാൽ ഔ ളലമു അൻഫുസഹും അല്ലെങ്കിൽ തങ്ങളോട് സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയാൽ ദക്കറുല്ലാഹ് അള്ളാഹുവിനെ ഓർമ്മിക്കുന്നു പറയും. എന്നിട്ട് അവരുടെ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടും. അള്ളാഹു അല്ലാതെ അല്ലെ പാപങ്ങൾ പൊറുക്കാൻ വേറെ ആരാ ഉള്ളത്? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. വലം യുസിറു അവർ ശഠിച്ചു നിൽക്കൂല, അതിൽ തന്നെ വേറിടാതെ അതിൽ തന്നെ നിൽക്കൂല എന്ന് പറയുന്നത്. അലാ മാ ഫഅലു അവർ ചെയ്തതിൽ വഹും യഅലമൂൻ അവർ അറിഞ്ഞുകൊണ്ട്. അപ്പം വല്ല നീചകൃത്യവും ചെയ്തു പോയാൽ, അപ്പോ വിശ്വാസികൾ സ്വർഗാവകാശികളുടെ ഗുണങ്ങൾ പറയുമ്പോ ഇത് പ്രത്യേകം പറയുമ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെ. അതായത് എന്തെങ്കിലും പിന്നെ നീചവൃത്തി പിന്നെ അവർക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് അതായത് അപ്പം തെറ്റ് സംഭവിച്ചേക്കാം അല്ലെ. ഒരു തെറ്റും സംഭവിക്കൂല എന്ന് പറയുന്നില്ല, പക്ഷെ പിന്നെ സംഭവിച്ചു കഴിഞ്ഞാല് എന്താണ്, അപ്പൊ തന്നെ അള്ളാഹിനെ ഓർമ്മിക്കും. എന്നിട്ട് അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് ഖേദിച്ച് മടങ്ങുന്ന പറഞ്ഞത്. സുബ്ഹാനല്ലാഹ് അല്ലെ. സ്വന്തത്തോട് തന്നെ എന്തെങ്കിലും അക്രമം പ്രവർത്തിച്ചു പോയാല് അപ്പൊ തന്നെ അള്ളാഹിനെ ഓർമ്മിക്കും, അന്നേരം തന്നെ പാപമോചനം തേടും. സുബ്ഹാനല്ലാഹ്. കുറ്റബോധം വരും അല്ലെ, അള്ളാഹിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ആ ഒരു ഭയം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അങ്ങേയറ്റം പശ്ചാത്താപ മനസ്സോടെ അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടും. സുബ്ഹാനല്ലാഹ് അല്ലെ. തെറ്റ് സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് അല്ലെ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോ ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. അതുകൊണ്ട് തന്നെ ആരാണല്ലേ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കാൻ അള്ളാഹു അല്ലാതെ വേറെ ആരാ ഉള്ളേ? അപ്പൊ എന്താണ്, തെറ്റ് ചെയ്തു പോയാല് ഉടനെ തന്നെ റബ്ബിലേക്ക് മടങ്ങുക, മാപ്പിനെ അപേക്ഷിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്നും ഖേദിച്ച് മടങ്ങാതെ അതിൽ തന്നെ വീണ്ടും 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 ഉറച്ചു നിന്ന് അല്ലെ അതിൽ തന്നെ തുടർന്നു പോകാന്ന് പറയുന്നത് എന്താണ്? അത് അങ്ങേയറ്റത്തെ നന്ദികേടും ധിക്കാരമാണെന്ന് പറയുന്നത്. അപ്പം ഇവരെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു തആല എന്താ പറയുന്നത്? വലം യുസിറു അലാ മാ ഫഅലു അല്ലെ. അവര് ചെയ്തു പോയതിൽ ഷടിച്ചു നിൽക്കൂല. ഇപ്പം ഒരു തെറ്റ് വന്ന് അപ്പൊ ഒരാള് വേറെ ആരെങ്കിലും ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു അല്ലെ, അപ്പൊ വേഗം അതിനെ തിരുത്താനുള്ള ഒരു മനസ്സ്. ചില ആൾക്കാരെന്താക്കൂല, ഉപദേശം ഇഷ്ടപ്പെടൂല അല്ലെ. നിങ്ങൾ പറഞ്ഞോണ്ട് ഇനി ഞാൻ എന്തായാലും അതിൽ നിന്ന് മാറാൻ തയ്യാറില്ല, അല്ലെങ്കിൽ ഞാൻ അതൊന്ന് ശരിയാക്കാന്ന് വിചാരിച്ചിന്, ഈ പറഞ്ഞോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ അങ്ങനത്തെ ധിക്കാറുണ്ട് അല്ലെ. ചില ആളുകൾക്ക് അള്ളാഹുവെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്തൊരു തെറ്റാണെങ്കിലും ഒരാൾ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഒരു തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം പിന്നെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷണിച്ചു നിൽക്കാതെ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാം. തീർച്ചയായും അള്ളാഹു തആല എന്താണ്, ആ പാപം പുറത്തു തരുന്നു മാത്രല്ല, അതെന്താണ്, അത് വലിയൊരു അമലു സാലിഹാത്താണ് അല്ലെ. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കർമ്മമാണ് അത്.
അള്ളാഹു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. ഒരു അടിമക്ക് അറിയാതെ തെറ്റ് സംഭവിച്ചു പോയി, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തെറ്റ് സംഭവിച്ചു പോയി എന്ന് വിചാരിക്കുക. പക്ഷെ ആ തെറ്റിനെ കുറിച്ച് ആത്മാർത്ഥമായ ഖേദം വന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുമ്പോ അള്ളാഹു ഭയങ്കരമായിട്ട് സന്തോഷിക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇവിടെ തെറ്റ് ചെയ്തു പോയി, അതിൽ ക്ഷണിച്ചു നിൽക്കൂല എന്ന് പറഞ്ഞല്ലോ അല്ലെ. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഒരിക്കൽ ചെയ്തൊരു തെറ്റ് രണ്ടാമത് ചെയ്യൂല എന്നല്ല. ഉം ആവർത്തിക്കാൻ പാടില്ല, ആവർത്തിക്കുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ മനുഷ്യര് ഇങ്ങനെയാണല്ലേ. അള്ളാഹു താല പറഞ്ഞ നമ്മൾ തൗബന്റെ ക്ലാസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. പശ്ചാത്താപം, നമ്മള് തെറ്റ് പറ്റിപ്പോയി, പക്ഷെ നമ്മൾക്ക് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ എന്താക്കാൻ പാടില്ല, ഉറച്ചു നിൽക്കാൻ പാടില്ല. അപ്പോഴും നമുക്ക് ഖേദം ഉണ്ടാവുകയും വീണ്ടും വീണ്ടും തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കാം. പശ്ചാത്തപിച്ചുകൊണ്ട്, അല്ലാതെ പശ്ചാത്തപിക്കാതെ മതി ഞാൻ നന്നാവൂല എന്ന് വിചാരിച്ച് അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന, പാപമോചനം തേടിയവൻ ശഠിച്ചു നിന്നിട്ടില്ല, അവൻ ഒരു ദിവസം 70 പ്രാവശ്യം ആവർത്തിച്ചാലും ശരി. സുബ്ഹാനല്ലാഹ്. അതായത് പാപം പല പ്രാവശ്യം ആവർത്തിച്ചാലും അപ്പോഴൊക്കെ ഖേദിച്ച് മടങ്ങുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും വേണം. അള്ളാഹു പുറത്തു തരികയില്ലെന്ന് ഒരിക്കലും നമ്മൾ നിരാശപ്പെടാൻ പാടില്ല അല്ലെ. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളിൽ ഒരാളുടെ ഒട്ടകം, അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവമാണ്, വാഹനം മരുഭൂമിയിൽ വെച്ച് പാഴായി, എന്നിട്ട് അതിനെ അവന് തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തെക്കാൾ അധികമാണ് തന്റെ റബ്ബിന് അടിയാന്റെ പശ്ചാത്താപത്തിലുള്ള സന്തോഷം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലെ. ശരിക്കും ഇതൊരു ആശ, അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആശയം, നമുക്കുള്ളൊരു ആശ്വാസം. യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിൻ റഹ്മത്തില്ലാഹ്. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞതാണ് അല്ലെ. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് നിങ്ങൾ എന്താകാൻ പാടില്ല, നിരാശരാകാൻ പാടില്ല. ലാ തഖനതു മിൻ റഹ്മത്തില്ലാഹ്. ആശ മുറിഞ്ഞു പോകാൻ പാടില്ല. ആ വിഷയത്തിൽ നമ്മൾ റബ്ബിലേക്ക്, അതായത് ഈ ഈ വചനങ്ങളൊന്നും തന്നെ നമ്മൾ കൂടുതൽ പാപികളാകാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമുക്ക് ഇങ്ങനെ വിട്ടുനിൽക്കാൻ കഴിയാത്ത എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ, നീ വീണ്ടും വീണ്ടും ചെയ്തു പോകുന്നുണ്ടെങ്കിലും നീ എന്താക്ക, അള്ളാഹിലേക്ക് ഖേദിച്ച് മടങ്ങ്. നിനക്കൊരു അവസരം ഇതാ തരല്ലേ. ശരിക്കും തൗബയുടെ വാതിലില്ലേ എപ്പോഴും തുറന്നു വെക്കുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. തൗബന്റെ വാതിൽ അടക്കുകയേ ചെയ്യില്ല. അതെപ്പാ അടക്കാന്നറിയോ? നമ്മളെ തൗബന്റെ വാതിൽ എപ്പാ അടക്കാന്നറിയോ? നമ്മളെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാല്. നമ്മളെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ നമ്മളുടെ തൗബന്റെ വാതിൽ എപ്പോഴും തുറന്നിട്ടാണ്. അതായത് രാത്രി പകലെന്നൊന്നില്ല, ഏത് സമയത്ത് അള്ളാഹു തആല തൗബ സ്വീകരിക്കാൻ ഇങ്ങനെ ഇരു കൈകൾ നീട്ടിയിരിക്കാന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഇത്രയും അള്ളാഹു അവസരം തന്നിട്ട്, നമ്മളെ മുമ്പിൽ അള്ളാഹു ഇത്രയും കാര്യങ്ങൾ അറിയിച്ചു തന്നിട്ട്, എന്നിട്ട് നമ്മൾ പാപികളായിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ അള്ളാഹിന്റെ ശിക്ഷ അതികഠിനായിരിക്കും അല്ലെ. അങ്ങനെ അവിടെ എത്തുന്ന ഒരാളെ പിന്നെ ശിക്ഷിക്കാതെ എങ്ങനെ വെറുതെ വിടും? ഇത്രയും അവസരം ഈ ഭൂമിയിൽ അള്ളാഹു താല നമുക്ക് മുമ്പിൽ തന്നിട്ട്, അല്ലേ, നമ്മളെ ആയുസില് നമുക്ക് അള്ളാഹു താല ഇത്രയും അവസരങ്ങൾ നമ്മളെ മുമ്പിൽ അള്ളാഹു തന്നിട്ട് അതിലേക്കൊന്നും നമ്മൾ തിരിയാതെ ധിക്കാരികളായി, അല്ലെ, അക്രമികളായി, പാപികളായി തന്നെ ദുനിയാവിൽ ജീവിച്ച് മരണപ്പെടുന്ന ഒരു അവസ്ഥയിൽ പിന്നെ അവന് എന്താണ് രക്ഷയുള്ളത്? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അല്ലെ. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു പരിപൂർണമായും പാപങ്ങളെല്ലാം പുറത്ത് പരിശുദ്ധമായ നിലയിൽ അള്ളാഹിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കോപവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് പറഞ്ഞുതരാം. അതായത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് ഒരാള് വന്നിട്ട് ഉപദേശം ചോദിച്ചു. അപ്പോ പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല്, എനിക്കൊരു ഉപദേശം നൽകണം, എനിക്ക് പഠിക്കാനുള്ള സൗകര്യാർത്ഥം അത് കുറഞ്ഞ വാക്കുകൾ മാത്രമായിരിക്കണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എന്താ പറഞ്ഞെന്നറിയോ? ലാ തഗ്ളബ്. വീണ്ടും അദ്ദേഹം ചോദിച്ചപ്പോ അപ്പോഴും ലാ തഗ്ളബ്. വീണ്ടും ചോദിച്ചപ്പോ ലാ തഗ്ളബ് എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ആ ഹദീസിന്റെ മറ്റൊരു റിവായത്തില് പറയുന്ന ആ മനുഷ്യൻ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു നോക്കി. നോക്കുമ്പോ ദേഷ്യം എല്ലാ തിന്മകളെയും ഉൾപ്പെടുത്തുന്നതാകുന്നു.
ശരിക്കും ശരിയല്ലല്ലേ? ദേഷ്യം പിടിക്കുമ്പോ പറയുന്ന വാക്കുകൾ, പ്രവൃത്തികൾ എന്താന്നല്ലേ? സുബ്ഹാനല്ലാ. ശരിക്കും ഒരാള് ദേഷ്യം പിടിക്കുമ്പോ അപ്പൊ അയാളെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ആരാന്നറിയോ? അയാളല്ല, ദേഷ്യം പിടിക്കുന്ന ആളല്ല പിന്നെ പ്രവർത്തിക്കുന്നത്. നമ്മള് ദേഷ്യം പിടിക്കുമ്പോ അപ്പൊ ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേറാൻ വേണ്ടിയിട്ട്. നമ്മളെ ശരീരത്തില് ഇബ്ലീസിന് കയറാനുള്ള ഒരു വാതിലാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. എന്ത്? നമ്മളെ ദേഷ്യം പിടിക്കുമ്പോ ശൈത്താനാണ് അവിടെ ഇടപെടുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അപ്പൊ തന്നെ കേറുന്ന പറയും. പിന്നെ പറയുന്നതും ചെയ്യുന്നതും ഒന്നും അയാളല്ല, പൈശാചികതകളാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പോ ലാ തഗ്ലബ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഉപദേശമാണത്. അതുപോലെ മറ്റൊരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നിങ്ങളിൽ ഒരാൾക്ക് നിൽക്കുമ്പോൾ ദേഷ്യം പിടിച്ചാൽ അവൻ ഇരുന്നു കൊള്ളട്ടെ, എന്നിട്ട് ദേഷ്യം പോയാൽ പിന്നെ അങ്ങനെ ഇല്ലാത്ത പക്ഷം അവൻ കിടന്നു കൊള്ളട്ടെ. ഉം പിന്നെ ശരിക്കും കിടത്തന്ന് പിന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, കിടത്തത്തിൽ ദേഷ്യം വന്നാൽ എഴുന്നേറ്റ് ഇരിക്കുന്നതും, ഇരുത്തത്തിൽ ദേഷ്യം വന്നാൽ എഴുന്നേറ്റ് നിൽക്കുന്നതും, നൃത്തത്തിൽ ദേഷ്യം വന്നാൽ നിൽക്കുന്ന സ്ഥലം വിടുന്നതെല്ലാം ദേഷ്യത്തിന് വളർച്ച നൽകുന്നതാണ്. നമ്മൾ അതല്ലേ ചെയ്യാറുള്ളതിലെ നേരെ വിപരീതം. ദേഷ്യം ഒരാൾ ഇരുന്നിടത്തുനിന്ന് ദേഷ്യം പിടിച്ചാൽ എന്താക്കി ചെയ്യാ? ഒറ്റ ചാടി എണീക്കൂലേ? സുബ്ഹാനല്ലാഹ്. എല്ലാം നമ്മളെന്താ ഇങ്ങനെ തലതിരിഞ്ഞു പോയതില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ദേഷ്യം പിടിച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ട് സമാധാനായിട്ട് ഇരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? നല്ല ദേഷ്യം പിടിച്ചിട്ട്, നല്ല ദേഷ്യം കാരണം ഉണ്ടായിട്ട് ദേഷ്യം പിടിച്ചിട്ട് നമ്മളിങ്ങനെ അള്ളാന്റെ റസൂലിന്റെ ഈ ഹദീസ് ഓർമ്മിച്ചിട്ട് ദേഷ്യം പിടിച്ചാൽ ഇരിക്കണോന്ന് പറഞ്ഞിനല്ലേ, നിന്നിട്ടാ ഉള്ളെങ്കിൽ ഇരിക്കണോന്ന് പറഞ്ഞിനല്ലോ എന്ന് വെച്ചിട്ട് ഇരുന്ന ആരെങ്കിലും ഉണ്ടാ? ഇനിയെങ്കിലും നമുക്ക് ഈ ഇൽമിനെ നമുക്കൊന്ന് അമലാക്കി കൂടെ? ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലേ? ആമീൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അക്ബർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മറ്റൊരു ഹദീസിൽ പറയുന്നു, ഒരാൾക്ക് അവന്റെ കോപം നടപ്പിൽ വരുത്താൻ കഴിവുണ്ടായിട്ടും അത് ഒതുക്കി വെച്ചാൽ അള്ളാഹു അവന്റെ ഉള്ളിൽ അഭയവും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അമ്ന് ഈമാനും അമ്നും അള്ളാഹു തആല നൽകുന്നു. അതായത് കോപം നടപ്പിൽ വരുത്താൻ കഴിവുണ്ടായിട്ടും അത് ഒതുക്കി വെക്കുമ്പോ നമ്മളെ ഈമാനും അമ്നും അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരും. സുബ്ഹാനല്ലാഹ്. നമുക്കൊന്ന് ശ്രമിച്ചൂടെ അല്ലേ? നമുക്കൊന്ന് ട്രൈ ചെയ്തൂടെ? നമുക്കും വേണ്ടേ ഈ സ്വർഗത്തിൽ ഈ കവാടത്തിലൂടെ ഒക്കെ നമുക്കും പോകണ്ടേ? അല്ലെ? അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ ഈ പറഞ്ഞ ഗുണങ്ങളിലൊക്കെ നമുക്ക് ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ വൽ ആഫീന അനിന്നാസ് പറഞ്ഞല്ലോ അല്ലെ? വിട്ടുവീഴ്ച ചെയ്യുന്നത്. ശരിക്കും ഒരു ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, ധർമ്മം നിമിത്തം, അതായത് ദാനം നൽകുന്നത് കൊണ്ട് ഒരിക്കലും ധനം ചുരുങ്ങി പോകൂല. മാപ്പ് നൽകുന്നതിലൂടെ ഒരു അടിയാനും പ്രതാപമല്ലാതെ അള്ളാഹു തആല വർദ്ധിപ്പിക്കുകയില്ല. ഇസ്സത്ത് അല്ലെ? അള്ളാഹു ഇസ്സത്ത് നൽകുന്ന, അള്ളാഹുവിന് വേണ്ടി വല്ലവനും വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തും. സുബ്ഹാനല്ലാഹ്. നമ്മള് എന്താ ചെയ്യാ? ഞാൻ വിട്ടുകൊടുക്കൂല, ഓറാദ്യം വിട്ടേരട്ടില്ലേ? അങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കും. വാശിയാണ് അല്ലെ? നമുക്ക് തോറ്റു കൊടുക്കാൻ മനസ്സില്ല. അങ്ങനെ തന്നെ പറയൂലേ? അനക്ക് തോറ്റു കൊടുക്കാൻ മനസ്സില്ല, അങ്ങനെ തന്നെ നമ്മൾ പറയൂലേ? ആരെ മുമ്പിലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ന്യായം നമ്മളെ ഭാഗത്താണ്. ഞാൻ പറഞ്ഞതാ ശരി. അപ്പൊ നമുക്ക് അവര് വഴങ്ങണം അല്ലെ? വഴിപ്പെട്ട് വരണം. എന്നാലേ നമുക്ക് സമാധാനാവും, സംതൃപ്തിയാകും. അങ്ങനെയല്ല അല്ലെ? അങ്ങനെയല്ലാതെ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് വിട്ടുകൊടുക്കാനല്ലേ? അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത് പോട്ടെ സാരില്ല എന്ന് വെക്കാനല്ലേ? അല്ലെ? നമുക്ക് മാപ്പ് കൊടുക്കാൻ നമുക്ക് തയ്യാറായിക്കൂടെ? കാരണം നമുക്ക് മാപ്പ് കിട്ടണ്ടേ അള്ളാന്റെ അടുത്തുനിന്ന്? അള്ളാന്റെ കാരുണ്യം നമുക്ക് കിട്ടണ്ടേ? അള്ളാഹ് നമ്മളോട് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാകണ്ടേ നമുക്ക്? അപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു തആല എന്ത് പറഞ്ഞത്? ഉലൈക, അക്കൂട്ടർ, ജസാഉഹും, അവരുടെ പ്രതിഫലം, മഗ്ഫിറത്തും മിർ റബ്ബിഹിം,
തങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനമാണ്. വജന്നാത്തുൻ, സ്വർഗങ്ങളും, തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ആ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന, അല്ലെ, സഞ്ചരിക്കുന്ന, ഒഴുകുന്ന നദികളുള്ള സ്വർഗങ്ങൾ, സ്വർഗത്തോപ്പുകൾ. ഖാലിദീന ഫീഹ, അവരതിൽ സ്ഥിരവാസികളായിരിക്കും. വനിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവന്റെ പ്രതിഫലം, പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര നല്ലതല്ലേ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരെയും ആ സ്വർഗാവകാശികളെ അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ ഈ ആയത്തുകള് എല്ലാരും ഒന്ന് പഠിക്കണം. ഇത് ഹിഫ്ള് ചെയ്യുന്നവർ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഇത് ഹിഫ്ള് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത്, ഇപ്പൊ ഇത് ഈ ക്ലാസ് ഇപ്പം കേൾക്കുന്ന 333 ആൾക്കാരുണ്ട്. ഈ 330 ആൾക്കാരും ഈ പറഞ്ഞ സൂറത്തു ആല ഇമ്രാനിലെ ഈ ആയത്തുകൾ കാണാതെ പഠിക്കണം, അർത്ഥസഹിതം കാണാതെ പഠിക്കണം. ഇത് പഠിച്ചിട്ട് എനിക്ക് ഓതിത്തരുന്ന ആൾക്ക് ഓതിത്തരാം, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഏതാണ് ആയത്ത്? 133, 134, 135, 136, 4 ആയത്ത് അല്ലെ? 4 ആയത്തല്ലേ? വെറും 4 ആയത്ത്. തയ്യാറല്ലേ? നിങ്ങൾ തയ്യാറാവൂലേ ഇൻഷാ അള്ളാ? കാരണം ഈ പറഞ്ഞ ഗുണങ്ങളിലെ നമ്മൾക്ക് ഉണ്ടാവണ്ടേ, നമുക്ക് വരണ്ടേ അല്ലെ? അത് നമ്മൾ അറിയണ്ടേ, നമ്മൾ പഠിക്കണം, എന്തായാലും പഠിക്കണം. പഠിച്ചാൽ പോരാ, നമ്മൾ എന്താക്കണം? അത് പ്രാവർത്തികമാക്കണം. എഴുതി വെച്ചോ, എഴുന്നൂറ്റി അമലിന്റെ ബുക്കിൽ എഴുതി വെച്ചോ എന്തെല്ലാം ശരിയാകാനുള്ള ഈ പറഞ്ഞ ഗുണങ്ങളിൽ ഏതെങ്കിലും നമുക്കുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് എന്താക്കാം? നമ്മള് ശുക്ർ പറയാ, പിന്നെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. ഇനി ഈ പറഞ്ഞ ഗുണങ്ങളിൽ ഏതെങ്കിലും നമ്മൾ ഇല്ലെങ്കിൽ ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ട് ഇല്ലാത്തതിനെ കൊണ്ടുവരാൻ, പുതുതായി നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്താക്കണം? പരിശ്രമിക്കണം, അല്ലെ? ഇപ്പോ നല്ല ക്ഷമ കിട്ടാൻ വേണ്ടിട്ട് എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും വരണ്ട എന്റെ അടുത്ത് കേട്ടാ. അങ്ങനെ പ്രത്യേകിച്ച് ടിപ്സ് ഒന്നും ഇല്ല. ക്ഷമ കിട്ടാൻ എന്താക്കണം? നമ്മൾ ക്ഷമിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ക്ഷമയിലൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അല്ലാണ്ട് ഒന്നിനും ടിപ്സ് ഒന്നും ഇല്ല, ഒരു കാര്യത്തിന് ടിപ്സ് ഇല്ല. ഒരാൾ ഇന്ന് എന്നോട് ചോദിച്ചു, സമയത്തിൽ ബർക്കത്ത് കിട്ടാൻ എന്താ വേണ്ടേ ടീച്ചറേ? ഞാൻ പറഞ്ഞു, എന്താ വേണ്ടേ? അതിനെന്തെങ്കിലും പ്രാർത്ഥന എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, ഖുർആൻ തന്നെ, വേറെന്താ ബർക്ക് അല്ലെ? ബർക്ക കിട്ടാൻ നമ്മളോട് പറഞ്ഞ കാര്യം എന്താ? ഖുർആൻ ഓതാനല്ലേ? സൂറത്തുൽ ബക്കറ തന്നെ ഒരു ബർക്കയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അല്ലാതെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഓരോ വചനങ്ങളും നമുക്ക് ബർക്കത്താണ്, അല്ലെ? രാവിലെ തന്നെ ഖുർആൻ ഓതി തുടങ്ങും നമ്മൾ ജീവിതത്തിൽ ആരംഭം, ഓരോ ദിവസത്തിന്റെ ആരംഭ ബർക്കത്ത് ഖുർആൻ കൊണ്ട് തുടങ്ങുക. പിന്നെ പ്രഭാതത്തില് ബർക്കത്തുണ്ടല്ലോ, അള്ളാന്റെ റസൂലിന്റെ പ്രാർത്ഥന കിട്ടിയ ഒരു സമയമാണ് എന്ത്? പ്രഭാതത്തിലുള്ള സമയം എന്ന് പറയുന്നത്. അതായത് സുബഹി കഴിഞ്ഞിട്ടുള്ള ഒരു സമയം. സുബ്ഹാനല്ലാഹ്. തുടങ്ങ്, രാവിലെ തന്നെ പണി തുടങ്ങ്, നല്ല ബർക്കത്താണ് നമ്മളെ സമയത്തിന്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അവരുടെ ആ പ്രഭാതത്തിന് നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേന്ന് അള്ളാന്റെ റസൂൽ പ്രാർത്ഥിച്ചതാണ്. അപ്പം ബർക്കത്ത് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ രാവിലെ തന്നെ തുടങ്ങണം. സുബഹിയും കഴിഞ്ഞ് കടന്നുറങ്ങി കഴിഞ്ഞാൽ ആ ബർക്കത്ത് പോയി, നഷ്ടപ്പെട്ട്. അത് നിഷിദ്ധ അല്ലെ? പാടില്ലാത്തൊരു സമയമാണ്, ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ മിക്ക ആളുകളും, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലുള്ള ആളുകൾ, അത് പറയാൻ കാരണം എന്ന് വെച്ചാല് അവര് രാത്രി എന്ന് പറയുന്നത് പകല് പോലെയാണ്. രാത്രി കുറെ വൈകി അല്ലെ? ശരിക്കും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതിന്റെ എല്ലാം വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാ അവിടെയൊക്കെ നടക്കുന്നത്. രാത്രി അവർക്ക് പകൽ, എന്നിട്ട് പകല് രാത്രി. അതായത് പകൽ കിടന്നുറങ്ങും, ഉച്ചവരെല്ലാം ഉറങ്ങും. പിന്നെ ജോലിക്ക് പോകാനുള്ള ആങ്ങന്മാർ രാവിലെ എണീച്ച് പോകും. പക്ഷെ വീട്ടിലുള്ള സ്ത്രീകളെന്താ മിക്കവാറും ഉറങ്ങി തീർക്കുന്നുണ്ടാവും അല്ലെ? സുബ്ഹാനല്ലാഹ്. അവരെ പറഞ്ഞിട്ടും കുറ്റിയില്ല. കാരണം രാത്രി ഉറങ്ങാത്തതിന്റെ ക്ഷീണം പകൽ എത്ര ഉറങ്ങിയാലും ചിലപ്പോൾ തീരൂല. പകൽ ഉറങ്ങിയ ക്ഷീണം ജാസ്തിയാകുക ചെയ്യാം. അള്ളാന്റെ റസൂല് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അള്ളാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്ത് തരും. ഓരോന്നും നമ്മൾ അത് ആഗ്രഹിച്ചിട്ട് ചെയ്തു നോക്ക്, അപ്പൊ അതിലെല്ലാം അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് തരും. ഈ പ്രഭാതത്തിൽ ബർക്കത്തുണ്ട്, അതുപോലെ രാവിലെയും വൈകുന്നേരമുള്ള ദിക്കറുകളെല്ലാം ഒരുപാടുണ്ട് അല്ലേ? അതിലെല്ലാം ഉണ്ടല്ലോ, എല്ലാത്തിലും ബർക്ക തന്നെയാണ്. ഇപ്പം രാത്രി ഉറങ്ങാൻ നേരത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ദിക്ർ അല്ലെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് നമ്മൾ ചെയ്ത് കിടന്നോക്ക്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മളൊരു ഫ്രഷ് മൈൻഡാ ഉണ്ടാകുക. നമ്മളെ ബോഡി പോലും നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. അതായത് നമ്മളെ തലേന്ന് ചെയ്ത അധ്വാനത്തിന്റെ ക്ഷീണമോ ഒരു പ്രയാസമോ ഒന്നും ബാധിക്കൂല എന്ന് പറയുന്നത്. അത്രയും എനർജറ്റിക് ആയിട്ട് നമുക്ക് എണീക്കാൻ കഴിയും. നമ്മളൊന്നും ചെയ്യൂല, എന്നിട്ട് നമുക്ക് എല്ലാം കിട്ടണം. എവിടെ കിട്ടാനില്ലേ? നമ്മളോട് അള്ളാന്റെ റസൂൽ പറഞ്ഞതൊക്കെ നമ്മൾ ചെയ്തു നോക്ക്, കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് നോക്ക്.
ഏതെങ്കിലും ഡോക്ടറോ മറ്റോ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, ഡോക്ടർ അങ്ങനെ പറഞ്ഞിനി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യും. എന്നാൽ അള്ളാന്റെ റസൂല് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഓരോ നിർദ്ദേശങ്ങളും തന്നത്. അതില് നമുക്ക് പ്രതിഫലം, അള്ളാന്റെ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളെങ്കിലും നമ്മളെ ദുനിയവിയായ നമ്മളുടെ ശരീരത്തിന്റെയും എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കണ്ട, നമ്മൾ ബോഡീന്റെ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കണ്ട, പക്ഷെ അത് നമുക്ക് അള്ള തരും. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഓതി വെച്ച ആയത്തുകൾ ഓരോന്നും നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുക. ഈ പറഞ്ഞ ഗുണങ്ങൾ നമ്മൾ നേടിയെടുക്കുക. നമ്മൾ ധൃതിപ്പെട്ട് മുന്നേറുക. അല്ലെ, നമുക്ക് സമയമില്ല, ഒട്ടും സമയമില്ല, വെറുതെ ഇരിക്കാൻ നമുക്ക് സമയമില്ല. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. എങ്ങോട്ടേക്ക് ഓടിക്കോ? സ്വർഗത്തിലേക്ക് ഓടിക്കോ, അല്ലെ, സ്വർഗത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടിക്കോ, പാപമോചനത്തിലേക്ക് ഓടിക്കോ. പക്ഷെ നമ്മൾ ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹ് നടക്കാൻ പറഞ്ഞ കാര്യത്തിന് നമ്മൾ ഓടുന്നത്, അല്ലെ. ഫംഷൂ ഫീ മനാകിബിഹ എന്ന് പറഞ്ഞത് അള്ളാഹ് ദുനിയാവിന്റെ റിസ്ക് അന്വേഷിച്ചുകൊണ്ട് നടന്നവെന്ന് പറഞ്ഞു. നമ്മള് ഓടുന്നത് കഴിച്ചില്ല എന്തിലേക്കാ? ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടുന്നല്ലേ, ഫ്ലൈറ്റിൽ പോകുന്നത്, എല്ലാത്തിനും ധൃതി കാണിക്കുന്നത് ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. ദിക്രില്ല, അള്ളാന്റെ ദിക്റിലേക്ക് അല്ലെ ഓടിപ്പോകാനാ പറഞ്ഞെ. ഈ സാരിയോ എന്ന് പറഞ്ഞാൽ അതിവേഗതയിൽ പോകാനാ പറഞ്ഞെ, അമിത അല്ലെ നല്ല ധൃതിപ്പെട്ടിട്ട് ഓടിപ്പോകാനാ പറഞ്ഞെ. അതില് നമ്മള് ഭയങ്കര മറ്റേ ഇമോജി ഇട്ടാൽ നല്ല രസമുണ്ടാവും. നമ്മൾ ഏതിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ അല്ലെ, സാവകാശം ധൃതിപ്പെടുക. നമ്മൾ മത്സരിച്ച് മുന്നേറല്ലേ. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ വസാബിഖൂ വസാരിഊ. അസ്സാബിഖൂൻ ആകണം നമുക്ക്. അങ്ങനെ അല്ലെ, ഏറ്റവും ഫസ്റ്റ്, ഏറ്റവും ആദ്യം, നമുക്ക് എല്ലാത്തിനും മുമ്പിലാകണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും. അങ്ങനെ അല്ലാഹു തആല നമ്മൾ എത്തിക്കട്ടെ. ആമീൻ. അസ്സാബിഖൂനിലെ പരലോകത്ത് അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിങ്ങളെന്ന് ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, ഒരുപാട് കേട്ടില്ലേ. ആ ഒരു ഗണത്തിൽ നമുക്ക് ഉൾപ്പെടാൻ അതിന് വേണ്ട. ഇന്ന് വേറൊരാൾ എന്നോട് ഇന്നൊരു സംശയം ചോദിച്ചിരുന്നു, തഹജ്ജുദിന്റെ കാര്യം. എന്നുവെച്ചാൽ അവർക്ക് ഒരു പ്രയാസം വെച്ചാല് രാത്രി ഹസ്ബൻഡൊക്കെ വൈകി വരുന്നതുകൊണ്ട് രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന, അപ്പൊ തഹജ്ജുദിന് നേരത്തെ എഴുന്നേൽക്കാനേ പറ്റുന്നില്ല. സുബഹിക്ക് എങ്ങനെയെങ്കിലും എണീക്കും, പക്ഷെ തഹജ്ജുദിന് എണീക്കാൻ പറ്റുന്നില്ല. അത് എന്റെ പാപം കൊണ്ടാണോ, എന്താണ് എന്റെ കുഴപ്പം കൊണ്ടാണോ, ഇങ്ങനെ ഓരോ സംശയങ്ങള്. സത്യത്തില് ഞാന് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല്, നമ്മളൊരു ആവശ്യം നമ്മളെ മുമ്പിലുണ്ടെങ്കിലേ, നമ്മൾ എത്ര ലേറ്റ് ആയിട്ട് ഉറങ്ങിയാലും നമ്മൾ നേരത്തെ എണീക്കും. ഇപ്പൊ ഒരു വീട്ടിലൊരു കല്യാണം വിചാരിച്ചു, മോളതോ ആരുടെങ്കിലും കല്യാണം വീട്ടില്, ചിലപ്പോ രാത്രി നല്ല വൈകിട്ടായിരിക്കും, പക്ഷെ രാവിലെ നമ്മൾ നേരത്തെ എണീക്കും, അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകാനുണ്ട്, രാത്രി വൈകിട്ട് കിടന്നെങ്കിലും നമ്മൾ നേരത്തെ എണീക്കും. അത് നമ്മളെ ആവശ്യം, ദുനിയാവിന്റെ ആവശ്യം, അല്ലെ. നമ്മളെ മുമ്പിൽ ഒരു ആവശ്യം അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ ഇത് നമ്മളെ പരലോകത്തിന്റെ ഒരു ആവശ്യം. അതായത് അല്ലെ, തഹജ്ജുദിന്റെ ശ്രേഷ്ഠതകൾ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? വിചാരണ എളുപ്പമാകാന്നുള്ളത്, സിറാത്ത് പോലെ മിന്നൽ വേഗതയിൽ കടക്കാൻ കഴിയാന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ ഓരോരുത്തരുടെ മുമ്പിൽ വെച്ചാൽ മതി. നാളെ മഹ്ശറാ മുറ്റത്ത് ആ ഒരു ചാൺ മേലെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ആ ചൂടില് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് പാപങ്ങളിലെ ഇതാകുന്ന ഒരു അവസരത്തിൽ നമ്മളെ ഒന്ന് വേഗം വിചാരണക്കെടുത്ത് ആ സ്വർഗത്തിലേക്ക് ഒന്ന് വേഗം കടന്നു കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ചാല് രാത്രി കിടക്കാൻ നേരത്തെ നല്ലോണം അള്ളാഹിനോട് ദുആ ചെയ്യാം. നമ്മളൊരു ആവശ്യമാണ് എന്ത്? നേരത്തെ എണീക്കുക. അള്ളാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളൊന്ന് എഴുന്നേറ്റ് അള്ളാഹിനോട് നമ്മൾ ചോദിക്കുക, നമ്മളെ ആവശ്യങ്ങൾ അള്ളാഹിനോട് പറയാ. നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മളെ പരലോകം തന്നെ ഏറ്റവും കൂടുതൽ പറയാം. നമ്മളെ മക്കളെ കാര്യത്തിലായാലും വലിയ എല്ലാ മക്കളും അള്ളാഹു തആല സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പരലോകത്ത് ഉപകാരപ്പെടുന്ന നല്ല മക്കളെ എല്ലാ മക്കളെ അള്ളാഹു നല്ല മക്കളാക്കി അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സന്തോഷമുള്ള കൺകുളിർമയുള്ള അല്ലെ ആ ഒരു ഇതിലേക്ക് അള്ളാഹു തആല എത്തിക്കട്ടെ. ആമീൻ. അപ്പം ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും എനിക്കും നിങ്ങൾ കേട്ട ഓരോരുത്തർക്കും പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാളും ഒരുപാട് അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെയ്യുന്ന അമലുകൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ, ഹിദായത്തിലായിക്കൊണ്ട് നിലനിൽക്കാൻ, മരണം വരെ അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ കലാമുമായി ഒരു നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നല്ല ഈമാനോടുകൂടി, നല്ല തഖ്വയോടുകൂടി, നല്ല ഇഹ്സാനോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ സമാധാനത്തോടെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന വിളി കേട്ടുകൊണ്ട് മരണപ്പെടാനുള്ള സൗഭാഗ്യം റഹ്മാനായ റബ്ബേ നമുക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ നാഥ.
നമ്മളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വന്നു പോയിട്ടുണ്ട് റബ്ബേ. ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട്, ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോകുന്നുണ്ട് അല്ലാഹുവേ. അതിലൊരിക്കലും ഉറച്ചു നിൽക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല അല്ലാ. ഞങ്ങളിൽ നിന്ന് ആ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഒരിക്കലും ആ തിന്മകളിലേക്ക് തിരിച്ചു പോകാത്ത വിധം ഞങ്ങളെ നീ പരിശുദ്ധരാക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ തിന്മകളെല്ലാം നീ നന്മകളാക്കി മാറ്റിത്തരണേ റഹ്മാനെ. പാപികളാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അല്ലാഹുവേ. ഞങ്ങൾക്ക് അതെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം ഏറ്റവും പരിശുദ്ധമായ നിലയിൽ നിന്റെ കൽപ്പനകളെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നിന്റെ വിരോധങ്ങളെ പൂർണ്ണമായും വെടിഞ്ഞുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ദുനിയാവിൽ ജീവിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. നിന്റെ സഹായവും നിന്റെ കാരുണ്യവും നിന്റെ ഔദാര്യവും ഇല്ല എങ്കിൽ ഞങ്ങൾക്കൊരു ചുവട് മുന്നോട്ട് വെക്കാൻ കഴിയൂല റഹ്മാനായ റബ്ബേ. ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ നീ ഈമാനികമായ നല്ല അന്തരീക്ഷം നിലനിർത്തി തരണേ റഹ്മാനെ. ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അള്ളാഹുവെ നിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ വിധികൂട്ടല്ലേ റഹ്മാനെ. നിന്റെ കൽപ്പനകളെ പൂർണ്ണമായും ശിരസാ വഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിലൂടെ ജീവിക്കാൻ, യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാൻ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു അല്ലാഹുവേ. അതിലേക്ക് ഞങ്ങൾക്ക് ചെയ്യാനുള്ള നല്ല ഉന്മേഷം, ഉത്സാഹം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ. നല്ല ആരോഗ്യം, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ. അവർക്കൊക്കെയും ഈ രോഗശമനം, ശിഫയും ആശ്വാസവും ക്ഷമയും നൽകി അനുഗ്രഹിക്കണേ. ഞങ്ങളിൽ കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ. അവരുടെ കടബാധ്യതകൾ നീ വിട്ടിക്കൊടുക്കണേ റഹ്മാനെ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ. ഒരു സമാധാനത്തിൽ കിടന്നുറങ്ങാൻ, അന്തിയുറങ്ങാൻ സ്വന്തമായ ഒരു വീട് നൽകി, വീടില്ലാത്തവർക്ക് വീട് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അനുയോജ്യരായ ഇണകളെ ആഗ്രഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അല്ലാഹുവേ. ഒരുപാട് മക്കളുണ്ട് അല്ലാഹുവേ. അവർക്കൊക്കെയും കൺകുളിർമ നൽകുന്ന നല്ല അനുയോജ്യരായ ഇണകളെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും നേരത്തെ ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലാഹുവേ ഇന്ന് ഖബറുകളിലാണ് അല്ലാഹുവേ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വർഗീയ കവാടങ്ങൾ നീ അവർക്കായി തുറന്നു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ മഹ്ശറ വൻസഭയിൽ എല്ലാവരും ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ കത്തി നിൽക്കുന്ന ആ അവസരത്തിൽ അല്ലാഹുവേ എളുപ്പത്തിൽ വിചാരണ കഴിഞ്ഞ് ശിക്ഷയില്ലാതെ അസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. ആ സ്വർഗത്തിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നരകശിക്ഷ ഞങ്ങളേറെ ഭയപ്പെടുന്നു റഹ്മാനായ റബ്ബേ. ഒരു നിമിഷം പോലും നരകത്തിൽ സ്പർശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാഥ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. صلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. عليكم السلام.